ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വെറൈറ്റി കണ്ടൻറ്റുമായിട്ടായാലോ. വെറൈറ്റി കണ്ടൻറ്റ് എനിക്കാണ് കേട്ടോ. നിങ്ങളിപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞ് കണ്ട് കേട്ട് എല്ലാം ഇരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഭാഗത്തൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ ഞാനും ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ വുമൺ, ഈ ഗേൾ കണ്ടാൽ വുമൺ ആയേ, അപ്പം ഈ ഒരു സ്റ്റേജിലൂടെയൊക്കെ വന്ന സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് എൻ്റേതായ റിയാക്ഷൻസും പറയേണ്ടതാണല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കുക രേണുസുതി വിട്ടുവന്ന്, ഒരു ഡെഡ് ബോഡിയെ തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ എന്താ പറയുക പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ ഈ രേണുസുതിയുടെ പുറകെ എപ്പോഴും പോകുന്നത്. വിട്ടെന്നേ, കാരണം അതങ്ങനെയാണ്. ഈ പിന്നെ പട്ടിയുടെ പാല് അതുപോലെ തന്നെ എല്ലാം അതിങ്ങനെയൊന്നും ശരിയാകാൻ പോകണില്ല. കാരണം ഇപ്പോൾ പുള്ളിക്കാരി ഒതുങ്ങി ടീമൊക്കെ പുള്ളിക്കാരി നേരെ ആകുമ്പോൾ വീണ്ടും തിരിച്ച് വരും. അപ്പം നമുക്ക് പുതിയ കണ്ടൻറ്റ് കിട്ടും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ മുന്നിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ഒരുപാട് KK ഫാമിലി ഉൾപ്പെടെ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ന്യൂസെല്ലാം കണ്ടുപോയതല്ലാണ്ട് റിയാക്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ KK അല്ല പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഷെഫീന ബീവിയോ തെറുത്താത്ത എന്ന് നിങ്ങൾ ഓമന പേര് വിളിക്കുന്ന പുള്ളിക്കാരിയുടെ ഒരു പുതിയ വീഡിയോ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. സത്യം പറയാമല്ലോ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ക്ലിപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം പുള്ളി ഫെമിനിസത്തിനെ കുറിച്ച് പറയുന്നതെങ്കിൽ പോലും പുള്ളിക്കാരി പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. എൻ്റെ ഈ ഒരു ചാനലിനകത്ത് കുട്ടികൾ ഉൾപ്പെടെ പലരും കാണുന്നതായതുകൊണ്ടും ഈ പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വീഴുന്ന നല്ല വൃത്തിയുള്ളതും ഓമനത്തും തെളിഞ്ഞമായ വാക്കുകൾ മറ്റുള്ളവർ കേട്ടാൽ അത് ശരിയാവില്ലെന്നുമുള്ള വ്യക്തമായ ഒരു ധാരണയുള്ളതുകൊണ്ടും ഞാൻ പുള്ളിക്കാരുടെ കണ്ടന്റ് ഒന്നും ഇതിനകത്ത് വിൽക്കുന്നില്ല. എന്നാൽ പുള്ളിക്കാരി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ഊഹം തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പുള്ളിക്കാരുടെ പേരൊന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്ന വാക്കുകളൊക്കെ അവിടെ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ എയറിലൊന്നും പറയാൻ പറ്റില്ല. സ്പേസൊക്കെ വിട്ട് മണ്ട കയറിയിരിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ. പുള്ളിക്കാരി ഇപ്പം പുതിയതായിട്ട് മഞ്ജുപ്പിള്ളയുടെ മകളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ജനങ്ങളിലെ ഇന്ന് എടുത്ത് ഞാൻ പറയുകയാണ്, അതായത് ആണുങ്ങൾ അല്ലെങ്കിൽ ബോയ്സ്, അവരോടാണ് എൻ്റെ ഒരു ചോദ്യം. ഈ മഞ്ജുപ്പിള്ളയുടെ മകളുടെ ഫാഷൻ ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പുള്ളിയുടെ ആ വസ്ത്രധാരണങ്ങൾ കണ്ടിട്ടാണോ നിങ്ങളുടെ എന്താ പറയുക പല വിചാരങ്ങൾ പുറത്ത് തള്ളുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഫാഷൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ ജോലി സംബന്ധമായിട്ട് പുള്ളിക്കാരി ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്ന വിചാരങ്ങളേ ഉള്ളോ നിങ്ങൾക്ക്? എൻ്റെ ഒരു ചോദ്യം അതാണ്. കാര്യം ഈ വന്ന കാലത്ത് പുരുഷന്മാർ നടത്തുന്ന പീഡന കഥകളും അല്ലെങ്കിൽ കൊലപാതകങ്ങളൊന്നും ഇതുപോലുള്ള ഫാഷൻ ഷോ കണ്ടിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം കണ്ടിട്ടോ മാത്രമല്ല. അപ്പം ചേച്ചി അവിടുന്ന് ഫെമിനിസം പറയുന്നുണ്ട്. ചേച്ചി ഫെമിനിസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ ഉള്ള സംഭവമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് അവരവരുടെ ഒരു ഫ്രീഡം എന്ന് വെച്ചാൽ തോന്നിയാസം കാണിക്കുന്നതല്ല, എല്ലാം റൈറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്ന ഫെമിനിസം അല്ല ശരിക്കും നോർമൽ ആയിട്ടുള്ള ഫെമിനിസം. അതുപോലെ തന്നെ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് കാലം മാറുന്നതനുസരിച്ചിട്ട് ഓരോ കുട്ടികൾ ഉണ്ടാവുന്ന നൈപുണ്യങ്ങളായിക്കോട്ടെ, അവരുടെ ടാലൻ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 70കളിലും 80കളിലും 90കളിലും ജനിച്ചിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, ഇവരുടെ വസ്ത്രധാരണം എന്നാൽ ഈ 20ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂജൻ ടീമുകൾ പിള്ളേരുടെ വസ്ത്രധാരണം തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വയസ്സ് 37-38 വയസ്സുണ്ട്. ഞാൻ ഓപ്പൺലി ഞാൻ പറയാണ്, ഈ ഏജിലോട്ടുള്ള എന്നെ പോലെയുള്ള കേരളത്തിൽ താമസിക്കുന്ന ഒരു 50 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 പേര് അല്ലെങ്കിൽ ഒരു 12, അതിനപ്പുറം പോകില്ല, അത്രയും പേര് ഉണ്ടാവുള്ളൂ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർ. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരാണ് ആ സ്ത്രീകൾ മിക്കവരും ചെയ്യും. കാരണം അവരവിടെ പോയി ശീലിച്ചു. ഇവിടെ എന്താ പറയുക ചുരിദാറിട്ട് ഷാളിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നടന്ന ആൾക്കാരെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഡ്രസ്സിനനുസരിച്ച് ബോഡി വെയിറ്റും മറ്റു കാര്യങ്ങളൊന്നും അവിടെ ബാധകമല്ല. അല്ലെങ്കിൽ എൻ്റെ വയറ് ചാടി, എൻ്റെ ശരീരത്തിന് വെയിറ്റ് വെച്ചു, എൻ്റെ അവിടെ മാസ് ചാടി, ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവർക്കില്ല. അവരവിടെ ചെല്ലുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് ആ ടൈപ്പ് ഡ്രസ്സുകൾ ഇട്ട് അവർ പോകും. അവർക്ക് പിന്നെ അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ താമസിക്കുന്നവർ, ഞാൻ ഈ പറഞ്ഞ ജനറേഷനിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏജുകളിലുള്ളതിൽ എന്നേക്കാൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരിൽ സ്ലീവ്ലെസ് ഉപയോഗിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മടിയാണ്. അത് അവരുടെ ഒരു ജനറേഷനാണ്. ഇവൻ ഞാൻ പഠിക്കുന്ന കാലങ്ങളിൽ, ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പോലും 111 നോക്കിയുടെ 110 ആണ് ആദ്യം ഞങ്ങൾക്കൊക്കെ വാങ്ങിക്കുന്നത്. അന്ന് 2500 രൂപയാണ് ആ ഒരു ഫോണിന്റെ വില പോലും. 110 ആണ് അന്ന് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമുക്ക് ഒരിക്കലും ഒരു സിം കണ്ടിന്യൂസ് ഇല്ല.
മാസാമാസം സിമ്മ് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അന്നിപ്പം ഒരു സിമ്മ് 250 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാസമേ ആ സിം ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ആ 250 രൂപ കൊണ്ട് ആ സിമ്മിൻ്റെ തീരും. വീണ്ടും 250 റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റുകൾ കുറച്ച് കിട്ടും. എന്നാൽ സെയിം 250 പുതിയൊരു സിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. കോൾ വിളിക്കാനുള്ള പിന്നെ ക്യാഷും ബാലൻസും ഒക്കെ കൂടുതലാണ്. അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഈ പറഞ്ഞ 2G ആയിരുന്നു എന്ന് ചോദിച്ചാൽ 2G പോലും ആയിരുന്നു, നമുക്ക് വിളിക്കാം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് SMS ഫ്രീ ആയിരുന്നില്ല, കോൾ ഫ്രീ ആയിരുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും ഫ്രീ ആയിരുന്നില്ല. ഒരു ടൈപ്പ് ഒരു 777 ചെറിയ നോക്കിയുടെ ഇത്ര ഒരു ഫോൺ, അതിനകത്ത് ടൈപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് വീഡിയോ അങ്ങനെ ഓഡിയോ അങ്ങനെ ഒന്നുമില്ല. 2010 ഏകദേശം ചെറിയൊരു ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങുന്നത് പോലും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, ജനിച്ചു വീഴുന്നതേ അവർ ആൻഡ്രോയിഡിനകത്താണ്. പ്രത്യേകിച്ച് മഞ്ജുപ്പിള്ളയുടെ കുട്ടികളൊക്കെ പറയുമ്പോൾ ആൻഡ്രോയിഡിനകത്ത് ജീവിച്ച മക്കളാണ്. അപ്പം അങ്ങനെ ജീവിച്ച കുട്ടികളുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ രീതികൾ എന്നൊക്കെ പറയണ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഈ ഓൾഡ് ജനറേഷൻ്റെ ഫെമിനിസം കൊണ്ട് ന്യൂ ജെന്നിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിയാവുകയില്ല. അത് മാത്രം നമ്മൾ വേറൊരു ഇത്രയും ഫെമിനിസം പറയുന്നു, അതേപോലെ ഈ കുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടും ആ കുട്ടിയുടെ ചോയ്സിനെ കുറിച്ചിട്ടും, ആ കുട്ടിയുടെ ചോയ്സാണ് ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ ജോലി ഭാഗമായിട്ട് ആ കുട്ടി മോഡലിംഗ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാനും ഫെമിനിസം പറയാൻ നിൽക്കുന്ന ഈ ചേച്ചി, ആ ചേച്ചി വായിന്ന് വീഴുന്ന വാക്കുകൾ, ചേച്ചി പറയുന്ന രീതിയും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ചേച്ചിയോട് ഒന്നേ പറയാനുള്ളൂ, വിമർശിക്കുമ്പോൾ ഒരു മാന്യവും മര്യാദയൊക്കെ ആയിട്ട് വിമർശിക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഈ മഞ്ജുപിള്ളയുടെ മോളുടെ ഇതിനകത്ത് ഒരു കേസിൽ ഞാൻ ഒരിക്കലും പറയില്ല ആ ഒരു വസ്ത്രധാരണമാണ് ഒരാണിനെ വഴിതെറ്റിക്കുന്നത്, അല്ല ഒരാണ് കയറി പിടിക്കുന്നതെന്ന്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ വേറെ എത്ര സൈറ്റുകൾ, ഈവൻ എന്തിന് മഞ്ജുപിള്ളയുടെ മോള് ഫാഷൻ ഷോ കാണിക്കുന്നു പറയുമ്പോൾ ഈ പറയുന്ന ചേച്ചി പിന്നെ ഇന്റർനാഷണൽ വെബ് സീരീസ് കാണാറില്ലേ? എന്തിനു പറയണം, നമ്മുടെ ഈ ഹിന്ദി വെബ് സീരീസ് കാണാറില്ലേ? ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അല്ലെങ്കിൽ ഹിന്ദി സിനിമകളൊക്കെ കണ്ടു നോക്ക്. ഈ കൊച്ചു കാണിക്കുന്നത് അവരവിടെ ഇതിന് നല്ലതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഈ കൊച്ചു ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയല്ലേ ഡ്രസ്സ് ഇട്ടത്, ഈ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയല്ലേ ഈ കൊച്ചത് ചെയ്യുന്നത്. അല്ല 24/7 ആ ഒരു ഡ്രസ്സ് കീപ്പ് ചെയ്തുകൊണ്ടല്ലല്ലോ നടക്കുന്നത്. അല്ലെങ്കിൽ അവളിപ്പം ഒരു റീൽസിന് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലല്ലോ അവൾ പബ്ലിക് ഫിഗറായിട്ട് അറിയുന്നത്, ഒരിക്കലുമല്ല. അപ്പോൾ ആ കൊച്ചിൻ്റെ തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിലിനെ വിമർശിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. വായിന്ന് വീഴുന്ന വാക്കുകളെ കേൾക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഉരയ്ക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കലും എപ്പോഴും ശരിയാണ് പറയുന്നത്, സ്ത്രീക്കെതിരാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക്. ഫെമിനിസം പറയുന്നതൊക്കെ ഒരു മര്യാദ വേണം. ഇത് ഫെമിനിസം ഒന്നും അല്ല. രേണു ചേച്ചിയുടെ കണ്ടന്റ് അങ്ങ് തീർന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ പുതിയ കണ്ടന്റ് വേണ്ടേ? അല്ല പിന്നെ കോപ്പി കണ്ടന്റിന് ക്ഷാമമാണെന്നുണ്ടെങ്കിൽ പുള്ളിയസ്കാരിയെ സംബന്ധിച്ച് കണ്ടന്റിന് ക്ഷാമമൊന്നും ഇല്ലെന്നേ. പിന്നെ എന്ത് സുഖേടിനാണോ ഇമാതിരി തോന്നിയാസൊക്കെ പറഞ്ഞു നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നൊരു പുരുഷന് ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ ഇത് മാത്രമല്ല റീസൺ, അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരം തന്നെയാണ്. സംസ്കാരമില്ലാത്തവൻ, അതാണായാലും പെണ്ണായാലും തെണ്ടിത്തരം കാണിക്കും. സംസ്കാരമുള്ളവർ, മാനം, അഭിമാനം, വീട്ടുകാരെ ഭയം, ദൈവഭയം ഉള്ള ഒരു വ്യക്തി, അതാണായാലും പെണ്ണായാലും തെണ്ടിത്തരം കാണിക്കില്ല. അതാണ് സത്യാവസ്ഥ. ഒരുത്തൻ പിടിച്ചു എന്ന് വെച്ചാൽ നാട്ടിൽ എല്ലാവരും പിടിക്കുന്നില്ല. ഒരു പെണ്ണ് കള്ളം കാണിച്ചു എല്ലാ പെണ്ണുങ്ങളും കള്ളം കാണിക്കുന്നില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മര്യാദയാണ്. ഇത് ചുമ്മാതെ ആ കൊച്ചിനെ തൊഴിൽ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിഗർ ഇട്ടു, അല്ലെങ്കിൽ ചെയ്തുവെങ്കിൽ ശരി, തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വിമർശിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ ലിമിറ്റൊക്കെ ഉണ്ടെന്നേ. നിങ്ങൾ തന്നെ പറ, ഈ താത്ത പറയണത് ശരിയായിട്ടുള്ള കാര്യമാണ്, താത്ത വായിന്ന് വീഴുന്ന ശരിയായ കാര്യമാണ്? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ ആരുണ്ട്? ഞാൻ പറയാലോ, എൻ്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ അധികം ഫോൺ കൊടുക്കാറില്ല. എങ്കിൽ പോലും അതിന് കൊറിയൻ ആൾക്കാരുടെ ടീമുകൾ, അവരുടെ പിന്നെ ആ BTSൻ്റെ അവരുടെയൊക്കെ പേരറിയാം. പിന്നെ അതിൻ്റെ കുറേ കൊറിയൻകാരുടെ പിന്നെ പെരുന്നാളും, അതുപോലെ തന്നെ അവരുടെ ഇങ്ങനെ ഹായ്, ഹലോ, ഇത് ആ ലാംഗ്വേജൊക്കെ അത് ഇവർ സ്കൂളിൽ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവർ പടം കണ്ടു നമ്മുടെ കയ്യിൽ ഒരു 5 മിനിറ്റത്തെ ഫോൺ എടുത്തുകൊണ്ട് ഇവരത് സെർച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇന്നത്തെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോണുണ്ട്. ഇപ്പം എൻ്റെ കുട്ടിക്ക് ഫോണിലാന്ന് പറഞ്ഞാൽ മറ്റൊരു കുട്ടിക്ക് ഫോണിലാണ്ടിരിക്കുന്നില്ല. സ്വന്തമായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസ് ആണ് ഇന്ന്. അപ്പം ആ കുട്ടികൾ ആ ഫോണിൽ എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്കറിയുമോ? നെറ്റ്ഫ്ലിക്സ് കയറിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ, എന്തിന് ഹോട്ട്സ്റ്റാറിലോട്ട് കയറിയാൽ മതിയല്ലോ, അവിടെ തന്നെയുണ്ട് വെബ് സീരീസ് ഇഷ്ടം പോലെ. അതൊക്കെ ഒന്ന് കാണണം. ഇതൊന്നും കാണാതെ അങ്ങനെ. അപ്പോൾ ഈ ഫെമിനിസം പറയാനും വിമർശിക്കാനും ആണെങ്കിൽ ആദ്യം ഈ ചേച്ചി ചെയ്യേണ്ടത്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, സണ്ണി ലിയോൺ വെബ്സൈറ്റുകളൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പല ഇതും, അവരെ വിമർശിക്കുക. അല്ലെ നെറ്റ്ഫ്ലിക്സ് പോലെ ഇന്റർനാഷണൽ വെബ് സീരീസ്, മൂവീസൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന അവരെ വിമർശിക്കുക. ഹോട്ട്സ്റ്റാർ ഉണ്ട്, സോണി ഉണ്ട്, അങ്ങനെ എന്തൊക്കെ കിടക്കുന്നു. ഇതിലും ഇരട്ടിയായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ നടക്കുന്ന സീനൊക്കെ നമ്മൾക്ക് പ്രൈവറ്റ് ആണെങ്കിൽ, ഇപ്പോഴത്തെ വെബ് സീരീസും അതൊക്കെ നോക്കിയെടുത്ത് പബ്ലിക്കാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്
വെബ് സീരീസ്, മൂവീസിലൊക്കെ. അത് ഓപ്പണാണ്. അവരെ സംബന്ധിച്ചോളം അത് അവർക്കൊരു പ്രൈവസി ഇല്ല. നമ്മുടെ മലയാളം മൂവിയിൽ അല്ലെങ്കിൽ ഹിന്ദി മൂവിയിലൊക്കെ തന്നെ ആ ഒരു നമ്മളെ അങ്ങനെ അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കുന്നുള്ളൂ. അത് കാണിക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ അങ്ങനെ തന്നെ ഓപ്പണായിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. എത്രയോ പിന്നെ ആർട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ഒരാളെ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. അപ്പൊ ആ കൊച്ചിനെ വിമർശിക്കണമെന്ന് വല്ല വിമർശിക്കണ്ടെന്നൊന്നുമല്ല. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. പറയുന്ന വാക്കുകൾക്ക് ലിമിറ്റുണ്ട്. അപ്പൊ ചേച്ചി എന്തായാലും ഏറിക്കേറി. ചേച്ചിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ പറയുന്നത് പുള്ളിക്കാരി ശരി പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പല ഇതാണ് എന്തൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു അവസ്ഥയില് ഈ ഒരു അവസ്ഥയല്ല ഈ ഒരു പുള്ളിക്കാരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 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 ഹൈപ്പുണ്ടല്ലോ. മഞ്ജുപിള്ളയുടെ സ്ഥാനത്ത് ഞാൻ ആണെങ്കിൽ 100% വിടില്ല. ഞാൻ വിടില്ല. അപ്പൊ മഞ്ജുപിള്ള വിടുവോ? പിന്നെ നമ്മൾ ഈ അത്യാവശ്യം മനസ്സിലാക്കിയതും മറ്റോ മഞ്ജുപിള്ളയുടെ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയതിലൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇല്ല, പുള്ളിക്കാരി വെറുതെ വിടില്ല. എന്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഞാനാണെങ്കിൽ വിടില്ല. 100% ഉറപ്പ്. എന്റെ പിള്ളേരെ പറ്റി പറഞ്ഞാൽ ഞാൻ 100% ഞാൻ വെറുതെ വിടില്ല. കാരണം ഈ വന്ന കാലത്ത് ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ള പിള്ളേരുടെ ഒരു ഒപ്പീനിയൻ. ഇന്നത്തെ പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പണ്ടുള്ള പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ? നമ്മൾ അടിച്ചെടുത്ത് നിന്നില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ട് കെട്ടിയിട്ട് തല്ലുമ്പോൾ പറ്റിയില്ലെങ്കിൽ അവർ പോകുന്ന വഴിക്ക് പുറകെ അടിച്ചോണ്ട് പോകണമെന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കിച്ച് നമ്മളൊരു ഇങ്ങനെ പിടിച്ച് കെട്ടി അവൾമാരെ അല്ലെങ്കിൽ ആ ചെറുക്കന്മാരെ പെമ്പിള്ളേർ ആരെയായിക്കോട്ടെ നമ്മൾ കൊണ്ടുവരാൻ നോക്കുമ്പം അവിടെ നമ്മുടെ മക്കൾ കിട്ടിയില്ലെങ്കിൽ ശരി അവരെ വഴിക്ക് വിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? കൈയും കെട്ടി പുറകെ ഇരിക്കണമെന്നല്ല. പോയ വഴി അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴി നമ്മളും പോയി അവർക്കൊപ്പം നിന്ന് അവരെ തെറ്റുശരിയും ചൂണ്ടിക്കാണിച്ച് അവരെ നമ്മൾ നേർവഴി എത്തിക്കണം എന്നാണ് അതിനർത്ഥം. ഇപ്പോ ഈ വന്ന കാലത്ത് ഈ 2026 എന്ന ഈ കാലഘട്ടത്തിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനെ നമുക്ക് അഡാപ്റ്റ് ആവുള്ളൂ. അവരുടെ പുറകെ പോവുക. നമ്മളെപ്പോഴും നമ്മുടെ 2 കണ്ണും അവരിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ ശ്രദ്ധിക്കുക. അവരെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാതിരിക്കുക. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. കാലം അങ്ങനെയാണ്. കാരണം ഇതിപ്പോ എന്താ പറയുക, സോഷ്യൽ മീഡിയ യുഗമാണ്. ഇന്ന് വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. എല്ലാം കിട്ടും. എന്താണോ കിട്ടാത്തത് എല്ലാം കിട്ടും. അപ്പം നമ്മൾ വിമർശിക്കാം. വിമർശനത്തിലൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ് ചെയ്ത് ഒന്ന് സഹായിച്ചേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.